ആരംഭിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാലും. ഹായ് ഗൈസ്, അപ്പൊ കൊറേ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മേ ബി അബി എവിടെ പോയി, അബി ഇട്ടിട്ട് പോയോ അതോ. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ കമന്റ് ഒക്കെ കണ്ടു അബി തേച്ചിട്ട് പോകുന്നൊക്കെ. ബട്ട് അബി ഒരു ഫ്രോഡായിരുന്നു ഗൈസ്, അത് ഞാൻ പിന്നെയാണ് മനസ്സിലായത്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാനും വിഷ്ണുവായിട്ട് ബ്രേക്കപ്പ് ആവാൻ വേണ്ടി അവൻ കുറെ കിടന്നിട്ട് ഇതിന് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് മേ ബി മനസ്സിലായതാണ്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അബി കാരണം എനിക്ക് കുറെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായി. ഈ ഒരു പ്രശ്നത്തെ ആവശ്യനെ പറ്റി കുറെ പറഞ്ഞു തന്ന് ഞാൻ അതെല്ലാം വിശ്വസിച്ചു. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം, അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലോ, അന്നേ ഇവൻ കാരണം ഞാനും വിഷ്ണുവിന്റെ ബ്രേക്കപ്പിന്റെ ഒരു സിറ്റുവേഷൻ എത്തി. തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? വിശ്വസിക്കരുതടാ, ലോകത്തോരു പെണ്ണിനും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു, പക്ഷെ ഇന്ന് ബ്രേക്കപ്പ് അല്ല. ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ ഗൈസ്, പിന്നെ ഈ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് ഈ അബി എന്ന് പറഞ്ഞവൻ വന്നപ്പോ തൊട്ടാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വെക്കേ. പിന്നെ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പ് അല്ല, ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഭർത്താവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ നടന്നു വരുന്നുണ്ട്. ഒരു ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടിയല്ല ചെയ്യുന്നത്. എന്ന് വെച്ചാ ഒന്ന് നോക്ക് കൂടിയില്ലേ. ഓ, എന്തൊരു ചളിയാടോ, ചളിവാരി അങ്ങ് തെറിപ്പിക്കുക, പൊത്തുക ചളിവാരി. എന്നെ അവനിങ്ങനെ ഒരുമാതിരി മോശമായിട്ട് പോലെ അത്രയ്ക്ക് വൃത്തികേടായിട്ട് പറഞ്ഞു. നീ എടുത്തോ, എന്റെ യൂസ് ഒക്കെ കഴിഞ്ഞ്, നീ എടുത്തോ, ഇനി എനിക്ക് വേണ്ട, അങ്ങനെ അത്രയ്ക്കും ബാഡായിട്ടാണ് പറഞ്ഞത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. അവൻ പറഞ്ഞൊരു വോയിസ് ഉണ്ട്, ഇത് കേട്ടാ നിനക്ക് തന്നെ മനസ്സിലാവും. ഇത് നോക്കിക്കോടാ, എനിക്ക് എന്തൊക്കെ വേണം അതുങ്ങൾ നോക്കിക്കോ. അവിടെ എല്ലാം യൂസ് കഴിഞ്ഞു, നീ കുറച്ച് യൂസ് ചെയ്യുന്ന പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഈശ്വര, ഇതാണ് ന്യൂ ജനറേഷൻ.